തൃശ്ശൂർ എത്ര കണ്ട് സജ്ജമാണ്? നമ്മൾ നേരത്തെ വിമതശല്യവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എത്ര കണ്ട് അതൊക്കെ മുന്നണികൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പിന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന മത്സരങ്ങൾ എവിടെയൊക്കെയാണ് തൃശ്ശൂരിൽ? ജിൽസി, സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിനായി പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അതിന്റെ വിഷ്വൽസ് തന്നെ കാണിക്കാം. കാരണം രാവിലെ നമ്മൾ രാഷ്ട്രീയ അനാലിസിസും മറ്റും പറഞ്ഞു തുടങ്ങുകയാണല്ലോ. അക്കൂട്ടത്തിൽ നിശബ്ദ പ്രചാരണം തുടങ്ങിയതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. കാണുന്നത് തൃശ്ശൂർ നഗരസഭയിലെ കോട്ടപ്പുറം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഗിരീഷ് കുമാറിന്റെ പ്രചാരണമാണ്. അദ്ദേഹം രാവിലെ തന്നെ നേരത്തെ ഇറങ്ങി അവസാന വോട്ടുകൾ കൂടി പറഞ്ഞുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി അധികം സമയമില്ല. ഇന്നലെ കൊട്ടിക്കലാശത്തിനിടയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നത് കണ്ടിരുന്നു. എന്താണ് അവസാനവട്ട പ്രതീക്ഷ? വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇതിനു മുന്നേ 3 തവണ കൗൺസിലറായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിനി വീടുകളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് 13-ാം തീയതി. എങ്ങനെയാണ് വോട്ടുറപ്പിക്കാനുള്ള പദ്ധതി? രാവിലെ ഇപ്പോൾ 7 മണിക്ക് ഇറങ്ങിയല്ലോ. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രചാരണം പ്ലാൻ ചെയ്യുന്നത്? ഓരോ വീട്ടിലും കയറി ഇറങ്ങും. എല്ലാ വീട്ടിലും അവസാന വോട്ട് വരെ പറഞ്ഞുറപ്പിക്കും. പിന്നെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് അവർ ജോലി സ്ഥലത്തായിരിക്കാം, അങ്ങനത്തെ ആൾക്കാരെ വരെ തേടി പിടിച്ചെന്ന് വോട്ട് ചോദിക്കും. ഫോൺ ചെയ്യാനുള്ളവരൊക്കെ ഫോൺ ചെയ്യും. അതൊരു വേറൊരു വേറൊരു ടീം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഉത്തരവാദിത്തം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നാണ് അതിന്റെ ലാസ്റ്റ്. എല്ലാ ഫ്രെയിമും ഇന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യും. ജിൽസി, തിരുവമ്പാട് ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ശ്രീ ഗിരീഷ് കുമാർ. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ശബരിമല കൊള്ളയുൾപ്പെടെ വിഷയങ്ങൾ സംസ്ഥാന വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളതാണ്. ഇത് അങ്ങനെ ഒരു പാർട്ടീനെ ബാധിക്കുന്നതല്ല. ഇത് അതാത് പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മറ്റേ രാഷ്ട്രീയമൊന്നും ഇതിൽ അത്രയ്ക്കങ്ങോട്ട് പ്രസക്തി ഇല്ല. ചില വോട്ടർമാർ ഇവിടെ ഉണ്ട്, പള്ളിയിലൊക്കെ പോയിട്ട് വരികയായിരുന്നു തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറായി പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ദിവസവും കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശൊക്കെ ഉഷാറായോ? എല്ലാവരും വീട്ടിലേക്ക് വരാറുണ്ട്, അന്വേഷണം പറയാറുണ്ട്, വോട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുന്ന പദ്ധതികൾ സഹകരിക്കും. മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞോ? തീരുമാനം എടുത്തു കഴിഞ്ഞു. ചേച്ചി, എങ്ങനെയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു? ആർക്ക് വോട്ട് ചെയ്യണം? സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചപ്പോൾ തീരുമാനം എടുത്തു. ഇനി അങ്ങ് വോട്ടിംഗ് തുടങ്ങിയാൽ മതി എന്നുള്ള അല്ലേ? നാളെ രാവിലെ പോയിട്ട് ഫസ്റ്റ് ഔട്ട് ചെയ്യും. ജിൽസി, തൃശ്ശൂർ ജില്ലയിലെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ നിലവിൽ LDF ഭരിക്കുന്നു, UDF അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് LDFന്റെ കയ്യിലാണ്. മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ LDFന്റെ കയ്യിലാണെങ്കിലും തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നുണ്ട്. 86 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 7 മുനിസിപ്പാലിറ്റികളുണ്ട്. അതിൽ 2 എണ്ണം UDFന്റെ കൈകളിലാണ്, ഇരിങ്ങാലക്കുടയും ചാലക്കുടയും. ബാക്കിയുള്ളവ LDFന്റെ കൈകളിലാണ്. മൊത്തത്തിൽ വലിയ പോരാട്ടം പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ വിശേഷിച്ചും പല സ്ഥലങ്ങളിലും BJPയും തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 6 കൗൺസിലർമാരാണ് BJPക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ പോരാട്ടം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ വിമതന്മാരും തലവേദനയാണ്. എന്തായാലും ജനവിധിക്ക് ഇനി അധികം മണിക്കൂറുകളില്ല. എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടപ്രദക്ഷിണത്തിലാണ്. നാളെ രാവിലെ ജനവിധി എന്താകുമെന്നുള്ള കാര്യത്തിൽ അതിനൊരു തുടക്കം കുറിക്കുമെന്ന് പറയാം.